ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensi. Hi, I'm recording this. Is it okay? Yeah, it's okay. Okay, ഇത് യൂട്യൂബിൽ ഇടും. ഓക്കെ ആണോ? Okay. As a case study. എന്താ നിങ്ങൾ അച്ചീവ് വേണ്ടതെന്ന് പറയാം. What is that you want to achieve? അച്ചീവ് എനിക്കൊരു പേർപ്പസും പേർപ്പസിൽ ക്ലാരിറ്റി ഇല്ല എന്താന്നുള്ളത്. ലൈഫ് പേർപ്പസും ക്ലാരിറ്റിയും. അതിൽ ക്ലാരിറ്റി ഇല്ല എന്താണെന്നുള്ളത്. ഓക്കെ, പേർപ്പസ്. എത്ര വയസ്സാണ് നിങ്ങൾ? What's your age? 40. എന്താ ചെയ്യണം? What is that you're doing right now? I'm working here. Okay. Working as what? Accounts. Industry പറ. ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്? ട്രേഡിംഗ് മീൻസ് ട്രേഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ട്രേഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അതെ. ഓക്കെ, ഇപ്പൊ ഈ പർപ്പസ് ചോദിക്കാനുള്ള കാരണം എന്താ? ഇത്ര 40 വർഷമായിട്ട് ചോദിക്കാത്ത ചോദ്യം ഇപ്പൊ എന്താ ചോദിക്കാൻ കാരണം എന്താ? ക്ലാരിറ്റി. പർപ്പസ് ഓഫ് ക്ലാരിറ്റി എന്താ വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു ഗോളൊന്നും അച്ചീവ് ചെയ്തില്ല. ഇപ്പൊ നോർമൽ ലൈഫായിട്ട് പോവാണ്. അപ്പോ അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. എന്താ നിങ്ങളെ പാഷൻ എന്താണ്? പാഷൻ എനിക്ക് ഇപ്പൊ ട്രേഡിംഗ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രേഡിംഗ്. ഓക്കെ, അത് പാഷൻ. അത് എത്ര വർഷം പഠിക്കാൻ തുടങ്ങിയിട്ട്? അതിപ്പോ 1 വർഷം കഴിഞ്ഞു. 1 വർഷം. എന്തുകൊണ്ടാണ് അതിലേക്ക് വരാൻ കാരണം? ട്രേഡിംഗിൽ അത് പഠിക്കാനുള്ള കാരണം എന്താ? അത് പഠിക്കാൻ കാരണം ഒരു സൈഡ് എക്സ്ട്രാ ഇൻകം എന്നുള്ള ഒരു. അപ്പൊ അത് പാഷനല്ല. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പാഷൻ എന്താണെന്നല്ല. അത് പാഷനല്ല. അത് നിങ്ങൾക്ക് സൈഡ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊരു വേറെ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ട്രേഡിങ് ചെയ്ത് മാത്രമാണ്. അത് പർപ്പസ് അല്ല, നിങ്ങളുടെ പാഷനും അല്ല. വാട്ട് ഇസ് എ പാഷൻ ദാറ്റ്സ് കമ്മിങ് ഫ്രം ഇൻസൈഡ് യുവർ ഹാർട്ട്? കാരണം എന്താ വെച്ചാൽ നാളെ ഇപ്പോൾ നിങ്ങൾ ട്രേഡിങ്, ഞാൻ അറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ട്രേഡിങ് ചെയ്തിട്ട് പൊട്ടിയ ആൾക്കാരുണ്ട്, വിജയിച്ച് വളരെ കുറച്ച് ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളൂ. വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ട 2-3 കേസുണ്ട്. കോടികൾ നഷ്ടപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന കേസുള്ളത് എനിക്കറിയാം. ഓക്കെ, ഗൾഫ് കൺട്രീസിനൊക്കെ കോടികൾ നഷ്ടപ്പെട്ടിട്ട് അവർക്ക് പാഷന് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. ശരിക്കും അവർ സ്കിൽസ് ഡെവലപ്പ് ചെയ്തില്ല. അവർ കംപ്ലീറ്റ് നോളജ് കിട്ടാതെ അവരെവിടേക്കോ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു, അവർ പൈസ പോയി കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ that's not passion. That is something that they were attracted to. രണ്ടും വ്യത്യാസമുണ്ട്. So my question to you is, what is your passion? പിന്നെയുള്ളത് എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ട്. പക്ഷെ അതിന് എന്ത് ബിസിനസ്? ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഇപ്പൊ ഓട്ടോമൊബൈൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെയിം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ട്. അതിലാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക. എക്സ്പീരിയൻസ് വ്യത്യാസമുണ്ട്, എക്സ്പെർട്ടീസ് വ്യത്യാസമുണ്ട്, സ്ട്രെങ്ത് വ്യത്യാസമുണ്ട്, പാഷൻ വ്യത്യാസമുണ്ട്. എല്ലാവരും എഴുതി വെക്കണത്. ഞാൻ ഒന്നും കൂടെ പറയാം. എക്സ്പീരിയൻസ് വ്യത്യാസമുണ്ട്, എക്സ്പെർട്ടീസ് വ്യത്യാസമുണ്ട്, സ്ട്രെങ്ത് വ്യത്യാസമുണ്ട്, പാഷൻ വ്യത്യാസമുണ്ട്. ഞാൻ ഇവിടെ ചോദിച്ചത് അതൊന്നല്ല. ഞാൻ ചോദിച്ചത് നിങ്ങളെ പാഷൻ എനിക്ക് അങ്ങനെ എന്താവാനാണ് ആഗ്രഹം, എന്ത് ചെയ്യാനാണ് ആഗ്രഹം, എന്ത് നേടാൻ ആഗ്രഹം? 3 ചോദ്യമാണ് ചോദിച്ചത്. എന്ത് ആവാനാണ് ആഗ്രഹം, എന്ത് ചെയ്യാനാണ് ആഗ്രഹം, എന്ത് നേടാൻ ആഗ്രഹം. അതാണ് പാഷൻ. ഓക്കെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഓക്കെ, വാട്ട് ഇസ് ദാറ്റ് ഐ വാണ്ട് ടു ഡു, വാട്ട് ഇസ് ദാറ്റ് ഐ വാണ്ട് ടു ഹാവ്, വാട്ട് ഇസ് ദാറ്റ് ഐ വാണ്ട് ടു ബി, വാട്ട് ഇസ് ദാറ്റ് ഐ വാണ്ട് ടു ഡു. ഓക്കെ, എന്ത് ബിസിനസ് ഇത് തന്നെ ഇപ്പോ ഓട്ടോമൊബൈൽ. എനിക്കിപ്പോ ഓട്ടോമൊബൈൽ അത് നിങ്ങളുടെ പാഷനാണ്. നിങ്ങൾക്ക് അതിനെ പറ്റി കംപ്ലീറ്റ് അറിയോ? ആ ഇൻഡസ്ട്രിയിൽ, ആ ഏരിയനെ കുറിച്ച് കംപ്ലീറ്റ് അറിയോ? അതെ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെയുള്ള എനിക്കറിയാം. ഗുഡ്. എത്ര 0 to 10 എത്ര അറിയാം? എനിക്കൊരു 8 അറിയാം. വെരി ഗുഡ്. അത് എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ വർക്ക് ചെയ്ത് 16 വർഷമായി. വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ എക്സ്പെർട്ടീസും ഉണ്ട് അതിൽ. മനസ്സിലായി? അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച 4 ചോദ്യം അത് നിങ്ങളുടെ സ്ട്രെങ്ത്തും ആണ്. നിങ്ങളിപ്പോ വേറെ ആളെ കീഴിലാണോ വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ സ്വന്തമാണോ? അതെ, വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ സ്വന്തമാണോ? സ്വന്തമല്ല, വർക്ക് ചെയ്യണേ. അതെ. യു വർക്കിംഗ്. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് സ്വന്തമായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ 2 കാര്യം മെയിൻ ആയിട്ട് വേണം. എന്താണെന്നറിയോ?
ഒന്ന് ഫിനാൻസ് മസ്റ്റ് ആണല്ലോ, ഓക്കെ, ഫിനാൻസിന്റെ. രണ്ടാമത്തെ രണ്ടാമത്തത് ഫിനാൻസിന്റെങ്കിലും എനിക്ക് തോന്നുന്നത് അത് തുടങ്ങാനുള്ള ഒരു കറേജ്. ഓക്കെ. ടൈപ്പ് ചെയ്യുക, എല്ലാവരും ടൈപ്പ് ചെയ്യുക, ആരും വിളിച്ച് പറയരുത്, എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഏതാ രണ്ടാമത്തെ മിസ്സിങ്? ആദ്യത്തെ ഫിനാൻസ് അഗ്രി ചെയ്തു, രണ്ടാമത്തെ എന്താ മിസ് ചെയ്യണത്? ടൈപ്പ് ചെയ്യുക, എല്ലാവരും ടൈപ്പ് ചെയ്യുക. അവിടെ ഉള്ളൊരു ഓഡിയൻസ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ആൻസർ തരാം. 2 സാധനം നിങ്ങൾക്ക് വേണം. അവിടെ ആരോ പറഞ്ഞു അത് പേര് പോയും ചെയ്ത്. ലീഡർഷിപ്പ്. എക്സാക്ട്ലി കറക്റ്റ്. ഓക്കെ, അതായത് ദിവാകൃഷ്ണ. ഹായ് ദിവാകൃഷ്ണ, യു ഗേവ് ദ കറക്റ്റ് ആൻസർ. ലീഡർഷിപ്പ് വേണം നിങ്ങൾക്ക്. ലീഡർഷിപ്പിലാണ് മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല, ലീഡർഷിപ്പിലാണ് ടീം ഉണ്ടാവില്ല, ലീഡർഷിപ്പിലാണ് ഡെലിഗേഷൻ ഉണ്ടാവില്ല. ലീഡർഷിപ്പ് ഉണ്ടാക്കിയ ലീഡർഷിപ്പ് ഇസ് എവറിത്തിങ്. എത്ര പേര് അംഗീകരിക്കേണ്ടത്? യെസ് ആണോ? ലീഡർഷിപ്പ് ഇസ് എവറിത്തിങ്. അപ്പൊ നിങ്ങൾക്ക് പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ചിലർക്ക് പണം ഉണ്ടാവും, ഓക്കെ, ഒരുപാട് പൈസ ഉണ്ടാവും, പക്ഷെ അവർക്ക് ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ആ ബിസിനസ് 2 മാസം കൊണ്ട് അത് പൊളിഞ്ഞു പോകും. ശരിയല്ലേ? നിങ്ങൾക്ക് ആ ലീഡർഷിപ്പ് ഉണ്ടോ? ലീഡർഷിപ്പിന്റെ ഉള്ളിലെ വരുന്ന ഈ കറേജും കോൺഫിഡൻസ് ഒക്കെ ലീഡർഷിപ്പിന് താഴെ വരുന്ന സാധനം. ലീഡർഷിപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് 10 ഒരു 5 പറയാം. 10 അത് കുറച്ചൊന്ന് കൂട്ടണ്ടേ? കൂട്ടണം. അതെ. അത് എനിക്ക് കൂട്ടാതെ പക്ഷേ എനിക്ക് എന്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അല്ല അതല്ല, എക്സ്പീരിയൻസ് വേറെ. നിങ്ങൾ ചിലപ്പോൾ ഒരു ഏരിയയിൽ ടെക്നിക്കലി എക്സ്പെർട്ടീസ് ഉണ്ടാവും, നിങ്ങൾക്ക് ലീഡർഷിപ്പ് വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? 20 വർഷം ഒരാൾ വർക്ക് ചെയ്ത് ഒരു കമ്പനി വർക്ക് ചെയ്തെന്ന് വിചാരിച്ചോളൂ, ഒരു ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാൾ വർക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, ആ വ്യക്തി ടെക്നിക്കലായിട്ട് ഹി വുഡ് ബി വെരി ഗുഡ്. മനസ്സിലായില്ലേ? 10ൽ 10 കൊടുക്കാം. പക്ഷെ ആ വ്യക്തിക്ക് ലീഡർഷിപ്പ് സ്കിൽ ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു കമ്പനി മാനേജ് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബിസിനസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യമുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറ. നിങ്ങൾക്ക് ആ സ്കില്ലില്ല എന്ന് വിചാരിക്കാം, ലീഡർഷിപ്പ് സ്കില്ലില്ല, പക്ഷെ ഞാനിപ്പോ ചെയ്തോണ്ടെങ്കിൽ ലീപ്പില് ഇതാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരുക. അത് ഇമ്പ്രൂവ് ചെയ്ത് മാത്രമല്ല, നിങ്ങൾ അപ്പം നിങ്ങളെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ലീഡറെ കൊണ്ടുവരണം. എത്ര പേർക്ക് മനസ്സിലായി? ഇത് ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളുടെ പേരെന്താണെന്ന് പറയണ്ട. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കണ്ടേ? നിങ്ങൾക്ക് 2 സാധനം കൃത്യമായിട്ട് വേണം. ഒന്ന് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം, കാരണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഇൻവെസ്റ്റേഴ്സ് എടുക്കാം, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് ലീഡർഷിപ്പ് വേണം. മനസ്സിലായി? ഇനി നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ടെക്നിക്കലായിട്ട് എനിക്ക് സ്കില്ലുണ്ട്, പക്ഷെ എനിക്ക് ലീഡർഷിപ്പ് സ്കില്ലില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരാളെ ഹയർ ചെയ്യണം. നിങ്ങളെക്കാളും കഴിവുള്ള, നിങ്ങളെക്കാളും മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള, നിങ്ങളെക്കാളും ദൂരവീക്ഷണമുള്ള, വിഷനുള്ള ഒരാളെ ഹയർ പ്രൈസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഹയർ സാലറി കൊടുത്തിട്ട് ആക്ട് ചെയ്യണം. നേരത്തെ ആ കുട്ടിനോട് പറഞ്ഞല്ലോ 10,000 പകരം 12,000 കൊടുക്കുന്നത് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ്സ് സേ നിങ്ങളുടെ സാലറി 50,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. നിങ്ങളാണ് ബിസിനസ് റൺ ചെയ്യുന്നത്, നിങ്ങൾക്കതായ ഒരു സാലറി വേണ്ട. നിങ്ങൾക്ക് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സാലറി വേണ്ട. ആ സാലറി 50,000 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ ഒരു സിഇഒക്ക്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സിഇഒക്ക് ലെറ്റ്സ് സേ 75,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? 75,000 മേലെ കൊടുക്കണം. മേലെ കൊടുത്തിട്ട് നല്ല ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആളെ കൊണ്ടുവരാം, അവർ നന്നായി ട്രീറ്റ് ചെയ്യാം. നിങ്ങൾ ഭാഗമാക്കി മാറ്റും. വെറുതെ പൈസ കൊടുത്തിട്ട് ഒരു തല്ലിപ്പൊളി ആളല്ല കൊണ്ടുവരിക. നിങ്ങൾ ശരിക്കും റിസർച്ച് ചെയ്തിട്ട് ശരിക്കും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് നോക്കിയിട്ട് ക്വാളിഫൈഡ് ആണോ, എക്സ്പീരിയൻസ്ഡ് ആണോ, ഈ ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണോ എല്ലാം നോക്കണം കേട്ടോ. വെറുതെ കൊണ്ടുവന്നിട്ട് 70,000 റുപ്യ കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. നല്ല ഹൈലി ക്വാളിഫൈഡ് മാത്രമല്ല, നല്ല എക്സ്പെർട്ടീസ് ഉള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ആ വ്യക്തിക്ക് ഒരു 75,000 അല്ലെങ്കിൽ ലെറ്റ്സ് സേ 85,000 കൊടുക്കാന്ന് വിചാരിച്ചോളൂ. 85,000 അയാൾക്ക് കൊടുത്തിട്ട് അയാൾ ഒരു 5 lakhs ബിസിനസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ലാഭം തന്നെയല്ലേ? അല്ലേ? ആ വ്യക്തിക്ക് ആ 85,000 കൊടുക്കാതെ നിങ്ങൾ ബിസിനസ് റൺ ചെയ്തിട്ട് ആ 50,000 മാത്രം എടുത്തിട്ട് ആ ബിസിനസ് നിങ്ങൾ നേരെ 1 ലക്ഷത്തിൽ കൊണ്ടുവരുന്നത് നഷ്ടല്ലേ? നിങ്ങൾ ചെയ്തിട്ട് 1 ലക്ഷം കൊണ്ടുവരുന്നതും ഒരു 85,000 കൊടുത്തിട്ട് വേറെ ആളെ കൊടുത്തിട്ട് ആ വ്യക്തി 5 ലക്ഷം കൊണ്ടുവരുന്ന വ്യത്യാസം ഉണ്ടോ? എത്ര പേര് അംഗീകരിക്കണ്ടോ? ഹൗ മെനി ഓഫ് യു അഗ്രി ടു ദാറ്റ് ടൈപ്പ് ചെയ്യാം? നിങ്ങൾ അംഗീകരിക്കണ്ടോ? അപ്പൊ there's only 2 things. Number 1, either you must be having the leadership quality. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യണം. ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? Are you happy now? ആഡ് ചെയ്തോട്ടെ. 8.
ഇപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നത്, ആ. ഇവിടെ ഞാനിപ്പോ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഉം. അപ്പൊ ഇവിടെ എനിക്ക് സെയിം ഫീൽഡ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാട്ടിലാണ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ. നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഉം. അപ്പൊ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ലീഡർ, അപ്പൊ നമുക്ക് ഫാമിലിയിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പറ്റൂലല്ലോ അത്. ഞാൻ എപ്പോഴും പറഞ്ഞു ഫാമിലിന്ന് ബാക്ക് ഫയർ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയാം. പാടില്ല അല്ലേ? പാടില്ല. ഓക്കെ. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞ ഫാമിലിന്നും ഫ്രണ്ട്സിന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം കൊണ്ടുവരണം. കാരണം ആ അല്ല ഞാൻ റിലേഷൻഷിപ്പ് ചോദിച്ച പൊട്ടും. ഉം. അല്ല ഞാൻ ചോദിച്ചത് വെച്ചാൽ ഇപ്പൊ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉം. ഹാൻഡിൽ ചെയ്യുന്നതാണല്ലോ, അപ്പൊ ഉം. അതുകൊണ്ട് ചോദിച്ചതാണ്. ഇല്ല അപ്പൊ ഇല്ല, അതില് നിങ്ങൾ പുറത്തുള്ള ആൾക്കാരെ ആ, കൊണ്ടുവരാം, നിങ്ങൾ പുറത്തുള്ള ആളെ കൊണ്ടുവരാം. ആ വ്യക്തിനെ കൊണ്ട് തന്നെ ഒരു മറ്റൊരു കാര്യം ചെയ്യാൻ ഉം. പറ്റും, നിങ്ങൾക്ക് ആ വ്യക്തിനെ ഇതിന്റെ ഒരു ഷെയർ കൊടുക്കും ചെയ്യാം. ഓക്കെ. ഓക്കെ, ഒരു ആഹാ. സിഇഒനെ കൊണ്ടുവരുമ്പോൾ ആ സിഇഒന് ഒരു ആ ഷെയർ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ then that's absolutely fine because that becomes a part of him. ഓക്കെ. അതും ചെയ്യാം അപ്പൊ നിങ്ങൾ. അപ്പൊ അതേപോലത്തെ ആളെ കണ്ടുപിടിക്കണല്ലോ നമ്മള് എക്സാക്ട്ലി. ഞാൻ നടത്തുന്ന ബിസിനസ്സിലൊക്കെ അങ്ങനെ ചെയ്യല്. ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് അവിടുത്തെ വർക്കിംഗ് പാർട്ട്ണർ ആയിട്ട് വരും. ആഹാ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യില്ല. ഞാൻ ഒരു ബിസിനസ് ഞാൻ പോയി നോക്കാറില്ല. ഞാൻ ഇതാ ചെയ്യില്ല, ഇവിടെ ഇരുന്നിട്ട് നിങ്ങളായിട്ട് സംസാരിക്കൽ മാത്രമേ ഞാൻ ചെയ്യല്. പക്ഷെ എന്റെ ബിസിനസ്സുകളൊക്കെ ഓക്കെ. വേറെ ഒരുപാട് ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് ആ പാർട്ട്ണർ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. then he'll be the one to run the business. ഓക്കെ. ഓക്കെ. അപ്പൊ എനിക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും ഓ, അവരെ വൈ നോട്ട്, ഏൽപ്പിച്ചുകൊണ്ട്. വൈ നോട്ട്. നിങ്ങൾക്ക് ഗൾഫിൽ ആ ഇരുന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആ പക്ഷേ ഡെയിലി ഒരു ഉം. റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഓക്കെ, പ്ലേസിൽ. ഓ ഇഫ് യു ഡോണ്ട് ഹാവ് എ ഓ സിസ്റ്റം, അപ്പം ഫുള്ള് കൺട്രോൾ ആ വ്യക്തിന്റെ അടുത്തായി പോകും. നിങ്ങൾ ആ വ്യക്തിക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ വ്യക്തിക്ക് ഫ്രീഡം കൊടുക്കേണ്ടത്. അതേ സമയത്ത് നിങ്ങളടുത്ത് ചെറിയ കൺട്രോൾ ഉണ്ടാവണം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഹാപ്പനിങ് ദയർ. നിങ്ങൾക്കൊരു മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം, ഓൺ എ റെഗുലർ ബേസിസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കണം, റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഒരു ഡേറ്റ ഷീറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഡേറ്റ ഡ്രിവൻ ഇതാണോ, വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. ഓക്കെ. ഓക്കെ. ക്ലാരിറ്റി കിട്ടിയോ? യാ ഹാപ്പി? യാ 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 ഷുവർ. താങ്ക് യു. ഓക്കെ, താങ്ക് ഓക്കെ. യു. ഓക്കെ. നെക്സ്റ്റ് കോളർ പ്ലീസ്.